ലീല മരണപ്പെടുമെന്ന് ഏകദേശം ഉറപ്പായി. ദേഹം ആസകലം കത്തി അമർന്നിരിക്കുകയാണ്. ജീവന്റെ ഒരു കണിക മാത്രം ആ ശരീരത്തിലുണ്ട്. എങ്കിലും അറിയണം ആരാണ് ഈ ദ്രോഹം ചെയ്തത്, എന്തിനാണ് ചെയ്തത്. അങ്ങനെ മരണപ്രാണത്തിനിടയിൽ ലീല പറയുകയാണ്, അയാളാണത് ചെയ്തത്, എന്നോട് എന്തിനിച്ചത് ചെയ്തത്, എന്നെ ഇതിലും ഭേദം വിഷം തന്ന് കൊന്നുകൂടെയോ എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോയി. ആരായിരിക്കും അയാളല്ലേ, എന്തിനാണ് ആ ക്രൂരപ്രവൃത്തി ആ സ്ത്രീയോട് ചെയ്തത്? ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പാതിരാത്രി 1 മണി കഴിഞ്ഞ് കാണും. എല്ലാവരും കൂർക്കം വലിച്ച് ഉറങ്ങുന്ന സമയമാണല്ലോ 1 മണി. ആ സമയത്ത് അശോകൻ്റെ വീട്ടിൽ നിന്ന് ഒരു വലിയ നിലവിളി കേൾക്കുകയാണ്. 8 ദിക്കും പൊട്ടുമാർ ഉച്ചത്തിൽ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, അമ്മാതിരി ശബ്ദം. ചെറിയൊരു ബഹളം കേട്ടാൽ തന്നെ എല്ലാവരും ഞെട്ടി കൊണ്ടുവരുന്ന സമയമാണ്. എന്തായാലും ആ നിലവിളി കേട്ട ആ അശോകൻ്റെ വീട്ടിലേക്ക് ആൾക്കാർ ഓടിക്കൂടുകയാണ്. അവിടെ ഭീകരമായ ഒരു കാഴ്ച എല്ലാവരും കാണുകയാണ്. അശോകൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണ്. തീ ആസകലം മൂടിയിട്ടുണ്ട്. മരണപ്പോഴാണല്ലോ, എന്താണ് സംഭവിക്കുന്നത് ഒരു പിടിയുമില്ല. ഇനിയിപ്പോൾ കാത്തു നിന്നിട്ടൊന്നും കാര്യമില്ല. ആൾക്കാർ കിട്ടിയ പാത്രത്തിലും ബക്കറ്റിലൊക്കെ വെള്ളം ഇങ്ങനെ ചീറ്റി ഒഴിക്കുകയാണ് ആ രൂപത്തിലേക്ക്. കൈ കിട്ടി ചാക്കൊക്കെ നനച്ചുകൊണ്ടൊക്കെ ആ രൂപത്തിലേക്ക് തലങ്ങും വിലങ്ങും അടിച്ച് ഒരുവിധം തീ അണച്ച്. ഇപ്പോൾ ആ രൂപം നിലത്ത് കിടക്കുകയാണ്. ദേഹം ആസകലം കത്തി അമർത്തുന്നുണ്ട്. ആ ശരീരത്തിൽ ഇങ്ങനെ പുകച്ചുരുൾ ഇങ്ങനെ മേപ്പോട്ട് ഉയരുന്നുമുണ്ട്. എന്തായാലും അധികം താമസിയാതെ ആളെ പിടികിട്ടി. അത് അശോകന്റെ ഭാര്യ ലീലയുടെ ശരീരമായിരുന്നു. ഒരു ചെറിയൊരു കയ്യിൽ ഇങ്ങനെ പുറത്തൂടെ മൂടിയിരിക്കുന്നത്. പക്ഷെ കണ്ടപ്പം മുഖത്തിന് മാത്രം ഒരു കുഴപ്പമില്ല, ബാക്കി ശരീരഭാഗങ്ങൾ മൊത്തം വെന്തുപോയി. ലീലയ്ക്ക് കുറച്ച് ജീവനുണ്ട്, പക്ഷേ ആ ശരീരത്തിനടുത്തേക്ക് പോയി എല്ലാവർക്കും പേടി. കാരണം ഇനി കയ്യിൽ പിടിച്ച് അവർക്ക് വേദനിക്കുമോ, എവിടെയാണ് പിടിക്കേണ്ടതെന്ന് ഒരു പിടിയുമില്ല. അങ്ങനെ ഒരു സംഭവം ഈ നാട്ടുകാർക്ക് ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷേ ലീല ഏത് സമയത്ത് മരണപ്പെടും. അതിനു മുൻപ് ലീല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. കുറച്ച് പേര് ധൈര്യം സംഭരിച്ച് ഈ ലീലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ലീല സങ്കടം കടിച്ചമർത്തിക്കൊണ്ട് പറയുകയാണ്, എന്നോട് എന്തിനാണ് ഈ ചതി ചെയ്തത്? ഞാൻ അയാൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ, ഇതിലും ഭേദം എനിക്ക് വിഷം തന്ന അയാൾ കൊന്നൂടായിരുന്നു എന്ന് ഈ ലീല കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ ഭർത്താവ് ഇങ്ങനെ ചെയ്തതിൽ അവർക്ക് ഭയങ്കര വിഷം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കിയിട്ട് എനിക്കൊരു ഇങ്ങനൊരു മരണം തരണ്ടായിരുന്നു എന്ന്. നമുക്കത് കണ്ടപ്പോൾ എന്തൊരാണ് നമ്മളൊരു ഉറച്ച് വിളിച്ചു പോയി ഞാനങ്ങ്. ലീല മരിച്ചു. എല്ലാവർക്കും സങ്കടമുള്ളൊരു വാർത്തയായിപ്പോയി. കൊന്നത് സ്വന്തം ഭർത്താവായ അശോകനാണ്. ആ പന്നൻ ആ രാത്രി ചെയ്ത പണി എന്താണെന്ന് അറിയുമോ? രാത്രി 1 മണി കഴിഞ്ഞാണ്. ഭാര്യയാണെങ്കിൽ ക്ഷീണം കൊണ്ട് നല്ല ഉറക്കത്തിലാണ്. ഈ ഭർത്താവ് എന്ന് പറയുന്ന അശോകൻ കയ്യിൽ മണ്ണെണ്ണയുമായിട്ട് നേരെ ആ ലീല കിടന്ന് ഉറങ്ങുന്ന ആ മുറിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് ശരീരത്തിലേക്ക് മണ്ണെണ്ണ വീഴ്ത്തുകയാണ്. തീപ്പെട്ടി ഉരച്ച് ആ ശരീരത്തിലേക്ക് ഇട്ടു. മരണപ്രാളത്തിൽ ഈ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശരീരം ആസകലം നിന്ന് കത്തുകയാണ്. ആ സമയത്ത് തൊട്ടപ്പുറത്ത് തന്നെ ലീലയുടെ മകളും കൊച്ചുമകളെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷേ ഈ സ്ത്രീ പുറത്തായതുകൊണ്ട് അവിടെ വേറെ അനർത്ഥങ്ങളൊന്നും സംഭവിച്ചില്ല. ഭാഗ്യം കൊണ്ടാണ് ലീലയുടെ മോളും കൊച്ചുമകളൊക്കെ രക്ഷപ്പെട്ടത്. ആ വീട് തന്നെ രക്ഷപ്പെട്ടത് മഹാഭാഗ്യമായി പോയി. എന്തായാലും പാവം ലീല ഭർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട് ആ കുടുംബത്തിന് വേണ്ടി ജീവിച്ച ലീല മരണപ്പെട്ടു. തീ എത്തിയതിന് അമ്മ അങ്ങ് പോയി, വെളിയിറങ്ങി പോയി. അമ്മക്കൊന്നും സംഭവിക്കാതെ കൊച്ചമ്മയുടെ അടുത്ത് കിടക്കുകയായിരുന്നു. കൊച്ചമ്മയുടെ അടുത്ത് കിടക്കുകയായിരുന്നു. പുറത്തിറങ്ങിയ അമ്മ പിന്നെ ഞാൻ അകത്ത് തീ പിന്നെ കത്തിയും പറഞ്ഞു. അപ്പൊ എനിക്ക് ഇറങ്ങാൻ വയ്യ. ഇതാണ് അശോകൻ്റെ ലീലയുടെ ചെറിയ വീട്. ഈ ഷീറ്റിട്ട വീട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അത്ര സാമ്പത്തികമൊന്നുമില്ല. അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന ചെറിയ കുടുംബമാണ് ഈ അശോകൻ്റേത്. 4 മക്കളാണ്, 3 പെണ്ണും 1 ആണ്. 3 പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ചു. ഇനിയുള്ളത് ഒരു മകനാണ്. അവൻ വെൽഡിങ് പണിക്കൊക്കെ പോവുകയാണ്. ഈ ലീലയ്ക്കാണെങ്കിൽ കൂലിപ്പണി എന്ന് പറയുന്നത് തൊഴിലുറപ്പ് ജോലിയാണ്. അശോകന് അതുപോലൊരു ജോലിയാണ്. ഇവരുടെ വയസ്സ് ആ സമയത്ത് 45 വയസ്സാണ് ലീലയ്ക്കും, 59 വയസ്സാണ് അശോകൻ. എന്ന് പറഞ്ഞാൽ 10-14 വയസ്സിന് വ്യത്യാസമൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ ദാമ്പത്യ ബന്ധവും ആ കുടുംബമൊക്കെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയ്ക്ക് അശോകന് ഒരു വലിയ അസുഖം പിടിപെടുകയാണ്. എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം. ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു. എന്ന് പറഞ്ഞാൽ നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞ ഈ അശോകൻ. ഒരാളുടെ സഹായം വേണം പുറത്തേക്കൊന്ന് ഇറങ്ങാൻ പോലും. അങ്ങനെ ജോലി പോലും ഇല്ലാതെ ആ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയാണ് അശോകൻ. ഇപ്പോൾ അശോകൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സ്വന്തം ഭാര്യ ലീലയാണ്. ഭർത്താവിന് എന്തെങ്കിലും വയ്യായ്മ വന്നാൽ നോക്കേണ്ട ഭാര്യയാണല്ലോ. ഇപ്പോൾ പുറത്തേക്ക് കൊണ്ട് നടത്താനും എല്ലാ കാര്യങ്ങളും, ആഹാരം പോലും സമയത്ത് കൊടുക്കുന്നത് എല്ലാം ഈ ഭാര്യയുടെ ചുമതലയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പൊന്നുപോലെ നോക്കുകയാണ് ഈ അശോകനെ സ്വന്തം ഭാര്യയായിട്ടുള്ള ആരാ? ലീല. നല്ലോണം സംരക്ഷിച്ച് കൊണ്ടുവന്നത്. അവിടെ ചോറ് കൊടുക്കുന്നില്ല, അത് കൊടുക്കുന്നില്ല, ഇത് കൊടുക്കുന്നില്ല എന്നൊക്കെ പലരും ഇവിടെ പറയുന്നു. പക്ഷേ മാമൻ ഞാൻ ഇപ്പം നോക്കിയാലും ആഹാരമുണ്ട്, ഞാൻ കഴിക്കുന്ന കാണുന്നുണ്ട്. പൂർണ്ണമായിട്ട് ഭാര്യ എന്നാണ് നോക്കിയത്. അശോകൻ ഇപ്പോൾ ഒന്നിലും ഒരു താല്പര്യമില്ല. എപ്പോഴും ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കും. എല്ലാവരോടും ദേഷ്യം, പിള്ളേരോട് ദേഷ്യം, ഭാര്യയോട് ദേഷ്യം, കാണുന്നവരോട് എല്ലാം അങ്ങ് ദേഷ്യമാണ്. കാരണം ഈ വയ്യായ്മ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ദേഷ്യം മനസ്സിലേക്ക് വരുമല്ലോ. തന്നെ കിട്ടിന് ഒന്നും കൊള്ളത്തില്ല, ജോലിക്ക് പോകാൻ ഒക്കത്തില്ല, ഭാര്യയുടെ ചിലവിൽ കഴിയണം, ഭാര്യ തന്നെ നോക്കണം, മറ്റുള്ളവരെ ആശ്രയിക്കണം എന്നുള്ളതൊക്കെ ചിന്ത വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഏതൊരാൾക്കൊരു ദേഷ്യം വരും. ആ ദേഷ്യമൊക്കെയാണ് ഈ അശോകനിൽ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, എപ്പോഴും വീട്ടിൽ തന്നെയാണ്. അതിൻ്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. എപ്പോഴും ഇയാൾ ഭാര്യയെ ചുറ്റിപ്പറ്റിയാണ് ആ വീട്ടിൽ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭാര്യയിലൊരു നോട്ടം എപ്പോഴും ഉണ്ട്. അങ്ങനെ ഭാര്യയ്ക്ക് കാവലായിട്ട് എന്നും ആ വീട്ടിൽ നമ്മുടെ അശോകനുണ്ട്. ഇപ്പോൾ അസുഖമായ ശേഷം അച്ഛൻ്റെ മുഖമൊക്കെ
ദേഷ്യപ്പെട്ടു, എല്ലാത്തിൻ്റെ ദേഷ്യം. നിങ്ങളുടെ അടുത്തും ദേഷ്യമായിരുന്നു? കൊച്ചുമക്കളുടെ അടുത്തൊക്കെ ദേഷ്യമാണ്. ദേഷ്യമാണ് എപ്പോഴും? നിങ്ങൾ വിചാരിക്കും ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയത് ആ സ്ത്രീയുടെ ഭാഗ്യമാണെന്ന്. എന്തൊരു സ്നേഹം, ഭാര്യയ്ക്ക് എപ്പോഴും കാവലായിട്ട് വീട്ടിൽ കാണുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കും ചിന്തിച്ചത്. പക്ഷേ അശോകന് മറ്റേ രോഗമാണ് കേട്ടോ. എന്താ? സംശയരോഗം. തനിക്ക് എന്തായാലും വയ്യാണ്ടായി, തന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തെ, അതുകൊണ്ട് ഭാര്യ മറ്റൊരാളെ തേടി പോകുമെന്നുള്ള ഒരു വെറും സംശയം ഇയാളുടെ മനസ്സിലേക്ക് വരികയാണ്. ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, നമ്മുടെ അശോകൻ അപ്പോൾ 59 വയസ്സുണ്ട്, ലീലയ്ക്ക് 45 വയസ്സുണ്ട്. ഈ പ്രായത്തിലും ഈ അശോകൻ്റെ മനസ്സിൽ സംശയരോഗം ഇങ്ങനെ ഓരോ ദിവസം കൂടിക്കൂടി വരികയാണ്. തന്നെ വിട്ടിട്ട് തൻ്റെ ഭാര്യ ആരോടെങ്കിലും ഇപ്പോൾ ഇറങ്ങിപ്പോകും. അതിങ്ങനെ കൂടിക്കൂടി വന്ന് അശോകനൊരു മനോരോഗിയായിട്ട് മാറുകയാണ്. സംശയരോഗം അങ്ങനെയായിരുന്നു. അത് മക്കൾക്ക് അറിയാമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വഴക്കൂടുമ്പോൾ പറയും എന്നെ എനിക്ക് വേണ്ടല്ലേ, ഞാൻ പോയി തരാം, നിന്നെ കൊല്ലും, അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും. അച്ഛന് മുമ്പേ അമ്മേനെ സംശയമായിരുന്നു. ഈ വയ്യാതായ ശേഷം എനിക്കൊരു സംശയമാണ്, അമ്മ കളഞ്ഞിട്ട് പോവോ എന്നും പറഞ്ഞു. ഈ സംശയ രോഗം എന്നുള്ളത് ഒരു ചെറിയ രോഗമല്ല കേട്ടോ. അത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറാൻ വലിയ പാട കൊണ്ടേ പോകത്തുള്ളൂ. എന്തായാലും അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ അശോകൻ്റെ കഥയിലേക്ക് വരാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആറ്റുകാൽ പൊങ്കാല വരുന്നത്. എല്ലാവരും ജനലക്ഷങ്ങളായ ആൾക്കാരെല്ലാം പൊങ്കാല ഇടാൻ വേണ്ടി പോകുന്ന കൂട്ടത്തിൽ ലീലയ്ക്ക് ഒരു ആഗ്രഹം, പൊങ്കാല ഇടാൻ വേണ്ടി പോകണം. അങ്ങനെ ലീല യാത്രയാക്കുന്നത് ഇപ്പോൾ അശോകനാണ്. അങ്ങനെ ലീല പോയപ്പോൾ ഇയാളുടെ മനസ്സിലേക്ക് വീണ്ടും ഒരു തെറ്റിദ്ധാരണ വരികയാണ്. ലീല ശരിക്കും പറഞ്ഞ് പൊങ്കാല ഇടാൻ വേണ്ടി പോയതാണോ? എന്നെ കബളിപ്പിച്ച് ഇനി വേറെ ആരോടെങ്കിലും ഇപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി പോയതാണോ എന്നുള്ള തെറ്റിദ്ധാരണ ഇയാളുടെ മനസ്സിലേക്ക് വരികയാണ്. ഇയാൾ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുകയാണ്, ആരോടൊപ്പം ഇവിടെ ഇറങ്ങി പോയതാണ്, എന്നെ ഉപേക്ഷിച്ച് പോയതാണ്. കാരണം തനിക്ക് വയ്യാമല്ലോ, ഇനിയിപ്പോൾ തന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, അതുകൊണ്ട് വേറെ ആരെയോ തിരക്കി ഇവൾ പോയതാണെന്നുള്ള തെറ്റിദ്ധാരണ ഈ അശോകനിലേക്ക് വീണ്ടും വരികയാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോവാൻ വണ്ടി കയറ്റി വിട്ടതും അണ്ണൻ തന്നെയാണ്. എന്നിട്ട് പറഞ്ഞത് അവർ വേറെ എവിടെയോ പോയതാണ് എന്ന് പറഞ്ഞാണ് വന്ന് ചീത്ത വിളിച്ചതെന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ആ വീട്ടിൽ സമാധാനമായിട്ടുള്ള അന്തരീക്ഷം എന്നേക്കും വേണ്ടി നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ പരസ്പരം കീരിയും പാമ്പുമായിട്ട് മാറിയിരിക്കുകയാണ് അശോകനും ലീലി. എപ്പോൾ കണ്ടാലും മുഖത്തോട് പോകുന്ന നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും വഴക്കാണ്. അതെ, സമാധാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ലീലയ്ക്ക് അങ്ങോട്ട് തിരിയാനൊക്കത്തില്ല, ഇങ്ങോട്ട് പോകാനൊക്കത്തില്ല, ആരോടെങ്കിലും നോക്കാനൊക്കത്തില്ല, സംസാരിക്കാനൊക്കത്തില്ല. എപ്പോഴും അശോകൻ ഇങ്ങനെ നോക്കുക സംശയദൃഷ്ടിയോടെ. നമ്മുടെ ശ്രീനിവാസൻ തകർത്ത് അഭിനയിച്ച തളത്ത് ദിനേശൻ ഉണ്ടല്ലോ, വടക്ക് നോക്കിയ യന്ത്രത്തിൽ എല്ലാം തൊടുന്നും പിടിക്കുന്നതൊക്കെ സംശയമായിട്ട് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ അശോകന് മാറിക്കഴിഞ്ഞു. അങ്ങനെ എന്തായാലും പിള്ളേർക്കിടയിലും അതൊരു ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ഈ അച്ഛൻ്റെ സംശയരോഗം. അവസാനമായിട്ട് താക്കീതും ഈ അമ്മയ്ക്ക് കൊടുക്കുകയാണ് മക്കൾ. അമ്മേ സൂക്ഷിക്കണേ, അമ്മേ രാത്രി കിടക്കുമ്പോൾ നോക്കണേ, അമ്മേ അച്ഛൻ എന്തെങ്കിലും ഒന്ന് ഉപദ്രവിക്കാൻ നോക്കണേ, അമ്മേ എപ്പോഴും ഒരു കരുതൽ വേണമേ എന്ന് ഈ മക്കളും ഇടയ്ക്കിടയ്ക്ക് ഈ അമ്മയ്ക്ക് സൂചന കൊടുക്കുകയാണ്. അമ്മ അത് തമാശയായിട്ട് കരുത്, പിന്നെ അച്ഛൻ എന്തോ ചെയ്യാനാണ്, പിന്നെ ഈ പ്രായത്തിലാണ് സംശയം, അതൊക്കെ അയാളുടെ തോന്നലാണെന്നുള്ള രീതിയിൽ വെറുതെ വിടുകയാണ് ഈ ലീല. അമ്മ മയക്കത്തിലായിരുന്നെന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഉറങ്ങിപ്പോയി മോളെ എന്ന് പറഞ്ഞു, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി, അതുകൊണ്ട് ഞാൻ കത്തിയത് ഞാൻ അറിഞ്ഞില്ല മോളെ, പിന്നെയാണ് ഞാൻ അറിഞ്ഞതെന്നാണ്. അന്ന് രാത്രി ലീല നേരത്തെ കിടന്ന് ഉറങ്ങാൻ തീരുമാനിച്ചു. കാരണം എന്താ? ചുട്ടുപൊള്ളുന്ന വെയിൽ കൊണ്ട് ആകപ്പാടെ ക്ഷീണമാണ്, ആറ്റുകാൽ പൊങ്കാലിട്ട് വരുന്ന വഴിയാണ്. എന്തായാലും അന്ന് എല്ലാ സ്ത്രീകളും നേരത്തെ കിടന്ന് ഉറങ്ങിയതുപോലെ ലീലയെ നേരത്തെ കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. ഭർത്താവിന് ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ടുള്ള നിവേദ്യമെല്ലാം കൊടുത്തു കേട്ടോ. വയറിലെ വീർത്ത് ഏമ്പക്കം വിട്ടിരിക്കുകയാണ് അശോകൻ. ഭർത്താവിനെയും മക്കളുടെ കാര്യമെല്ലാം നോക്കി സ്വസ്ഥമായിട്ട് നേരത്തെ കിടന്നുറങ്ങാനായിട്ട് പോയി ലീല. പക്ഷേ നമ്മുടെ അശോകൻ ഉറങ്ങിയില്ല. അയാളുടെ മനസ്സിൽ സംശയം ഇങ്ങനെ ആകാശത്തേക്ക് പൊങ്ങുകയാണ്. തൻ്റെ ഭാര്യ തന്നെ വിട്ടു പോകും, തനിക്ക് വയ്യാണ്ടായിരിക്കുന്നു, തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. തൻ്റെ ഭാര്യയ്ക്ക് 45 വയസ്സേ ഉള്ളൂ, തനിക്ക് 59 വയസ്സായി, ഇനി എന്തിനു കൊള്ളാം എന്നുള്ള ചിന്ത ഇയാളെ ഇങ്ങനെ ഭരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ മക്കളെ സ്നേഹിച്ച, ഭർത്താവിനെ സ്നേഹിച്ച, ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയ ആ സ്ത്രീ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. നമ്മുടെ അശോകൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ട മനസ്സിൽ ഒരുപാട് പൈശാചിക ചിന്തകൾ കടന്നു വരികയാണ്. അയാൾ നേരത്തെ കരുതിയിരിക്കുന്ന ആ മണ്ണെണ്ണ എടുത്തുകൊണ്ട് ആ ഷീറ്റിട്ട ആ മുറിയിലേക്ക് പോവുകയാണ്. ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്ന ആ ഭാര്യയെ അയാൾ വീണ്ടും ഒരിക്കൽ കൂടി നോക്കുകയാണ്. യാതൊരു ദാക്ഷിണ്യവും അയാൾ വിചാരിച്ചില്ല. തനിക്ക് കുറച്ച് നേരം മുമ്പ് ആഹാരം തന്ന സ്ത്രീയാണ്, തന്നെ പൊന്നുപോലെ നോക്കിയ ഭാര്യയാണെന്നുള്ള ചിന്തയൊന്നും അയാൾ അലട്ടിയതേയില്ല. കയ്യിൽ കരുതിയിരിക്കുന്ന ആ മണ്ണ ആ ലീലയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയാണ്. എന്തോ നനഞ്ഞ ഒരു സാധനം ദേഹത്തേക്ക് വീഴുന്നു കണ്ട് ആ സ്ത്രീ ഞെട്ടി ഉണർന്നു. പക്ഷെ അമാന്തിച്ചില്ല. കയ്യിൽ കരുതിയിരുന്ന ആ തീപ്പെട്ടി ഒരൊറ്റ ഉരച്ച് ആ ദേഹത്തേക്ക് ഇട്ടു. തീ ആളി പടർന്നു. അവർ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടി ബഹളം വെച്ചു. ആൾക്കാരെല്ലാം ഓടിക്കൂടി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആ ശരീരം ആസകലം വെന്തുരുകി കഴിഞ്ഞിരിക്കുന്നു. ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് നിങ്ങളുടെ മുമ്പിലിട്ട് പച്ചയ്ക്ക് തീ കൊളുത്തി കൊന്ന അച്ഛനോടുള്ള സമീപനം എങ്ങനെ ആയിരിക്കും? അച്ഛനോട് ദേഷ്യമായിരിക്കും, വെറുപ്പുമായിരിക്കും. അച്ഛനും സാധനം കാണത്തില്ല. ചുരുക്കി പറഞ്ഞ 4 മക്കളുടെ അമ്മയായ ഭർത്താവിനെ ജീവന് തുല്യം സ്നേഹിച്ച ലീല എന്ന് പറയുന്ന ആ സ്ത്രീ ഭർത്താവിൻ്റെ കൊടിയ പീഡനം കൊണ്ട് മരണപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇവർ തമ്മിൽ പ്രായം ഞാൻ ആദ്യമേ പറഞ്ഞു, 45 വയസ്സുണ്ട്, 59 വയസ്സുണ്ട്. ഈ സംശയരോഗത്തിന് പ്രായത്തിൻ്റെ വ്യത്യാസം ഒന്നുമില്ല. അത് 15 വയസ്സുകാരിലും വരും, 55 വയസ്സുകാരിലും വരും.
അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രോഗം എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കോംപ്ലക്സ് ആണ്, അപകർഷതാബോധം. ഈ സംശയരോഗത്തിൻ്റെ കഥ വടക്ക് നോക്കി യന്ത്ര എന്ന സിനിമയിൽ ശ്രീനിവാസൻ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങളിത് ചിന്തിച്ച് നോക്കിയേ, തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹം എത്ര നന്നായിട്ട് അവതരിപ്പിച്ചേക്കുന്നത്. ഭാര്യയ്ക്ക് കുറച്ച് സൗന്ദര്യമുണ്ട്, നല്ല ഹൈറ്റുണ്ട്, തനിക്കൊന്നുമില്ല, താൻ കറുത്താണെന്നുള്ള ആ ചിന്തയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ അലട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ തൊടുന്നതും പിടിക്കുന്നതെല്ലാം ഇയാൾക്ക് സംശയമായിട്ട് മാറിയിരിക്കും. അവസാനം ഒലക്ക കൊണ്ട് സ്വന്തം പിതാവിനെ വരെ അടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ഇയാൾ മാനസിക രോഗിയായിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെ ഒരു സംഭവമാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. അതുപോലെയുള്ള സംഭവങ്ങൾ പല കുടുംബങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സൗന്ദര്യം ഉണ്ടെങ്കിൽ, തന്നേക്കാൾ കുറച്ച് ജോലി ഭാര്യയ്ക്കുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സംശയങ്ങൾ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുടുംബം തരിപ്പണമാകും. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സംശയം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുടുംബം തകരും. കണ്ണിൽ കണ്ടത് മാത്രം വിശ്വസിക്കുക. അല്ലെ അവള് പറഞ്ഞു, അമ്മായിമ്മ പറഞ്ഞു, കൊച്ചാട്ടൻ പറഞ്ഞു, അണ്ണൻ പറഞ്ഞു, അവളെ അവിടെ വെച്ച് കണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് ഓരോ സംശയത്തിൻ്റെ വിത്തിട്ട് തരും. ഒരിക്കലും വിശ്വസിക്കരുത്. കണ്ണിൽ കണ്ടാൽ വിശ്വസിക്കുക. അല്ലാതെ ഇത്തരം സംശയം കൊണ്ട് സ്വന്തം കുടുംബജീവിതം ആരും തകർക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.